സിനിമാ ലോകത്ത് ഒരു കാലത്ത് ഹിറ്റ് ജോഡിയായിരുന്നു പ്രേം നസീറും ഷീലയും. 100-ലേറെ സിനിമകൾ ഒരുമിച്ച് ചെയ്ത ഇരുവരെക്കുറിച്ചും പല ഗോസിപ്പുകളും അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ട്. ഇരുവരും പ്രണയത്തിലായിരുന്നെന്നും പിന്നീട് തെറ്റിപ്പിരിഞ്ഞെന്നുമായിരുന്നു ഒരു ഗോസിപ്പ്. ഒരു ഘട്ടത്തിൽ ഷീല പ്രേം നസീറിനൊപ്പം അഭിനയിക്കുന്നത് നിർത്തിയിരുന്നു. എന്നാലിപ്പോൾ താരജോഡികളെക്കുറിച്ച് സംവിധായകൻ TS സുരേഷ് ബാബു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഷീലയും പ്രേം നസീറും പ്രണയത്തിലായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പ്രേം നസീറിന് ഭാര്യയും കുട്ടികളുമുണ്ട്. അവരെ ഉപേക്ഷിച്ച് ഷീലാമ്മയെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ കംപ്ലീറ്റ് ഇമേജ് പോകും. കാണികൾ അദ്ദേഹത്തെ വെറുക്കും. അദ്ദേഹം വളരെ ജെന്റിൽമാൻ ആയതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഉദാഹരണമായി നമ്മൾ സംസാരിക്കുന്നത്. കുടുംബവുമായി അടുപ്പമുള്ള നടൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ എല്ലാവർക്കും താല്പര്യം. അദ്ദേഹത്തെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ താല്പര്യം. ഇതിനൊക്കെ കാരണം സിനിമാ നടൻ എന്നതിനപ്പുറം കുടുംബനാഥനുമായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ടാണെന്നും TS സുരേഷ് ബാബു വ്യക്തമാക്കി. മുമ്പൊരിക്കൽ സംവിധായകനും നിർമ്മാതാവുമായ താജ് ബഷീറും പ്രേം നസീർ ഷീല ഗോസിപ്പുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രേം നസീറിനോട് ഷീലാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പ്രണയമായിരുന്നോ എന്ന് തനിക്കറിയില്ല. പക്ഷേ ആരാധനയും ഇഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷെ പ്രേം നസീർ അതിനപ്പുറത്തേക്ക് കടക്കാൻ പോയിട്ടില്ല. പല നടന്മാരും ഒരു ഭാര്യയെ കൂടെ ആക്കാമെന്ന് കരുതും. പ്രത്യേകിച്ച് മുസ്ലിംസിന് അതൊരു ബുദ്ധിമുട്ടല്ല. 4 പേരെ കല്യാണം കഴിക്കാം. പക്ഷെ പ്രേം നസീർ അതിന് നിന്നില്ല. തന്നെ മാതൃകയാക്കുന്ന വലിയൊരു കുടുംബം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ആ കുടുംബം അദ്ദേഹത്തെ കണ്ടാണ് പഠിക്കുന്നത്. അവർക്ക് പ്രേം നസീർ എന്ന മനുഷ്യൻ മോഡലായി നിൽക്കണം എന്ന നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് പുള്ളി ഇതിൽ നിന്നൊക്കെ മാറിയത്. പ്രേം നസീറിനൊപ്പം അഭിനയിക്കില്ലെന്ന് ഷീലയാണ് തീരുമാനിച്ചത്. അവർ കൊണ്ടുവന്ന നടനാണ് രവിചന്ദ്രൻ. അവരെ ഷീല കല്യാണവും കഴിച്ചെന്നും താജ് ബഷീർ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.